മറ്റൊരു വാഹനവുമായി ഒരു വാഹനം നിരത്തിൽ തട്ടുന്നതൊക്കെ വളരെ സാധാരണ കാഴ്ചയാണ്. അതൊന്നും വലിയ സംഭവമല്ല. പക്ഷേ അതൊക്കെ വാക്ക് തർക്കമാകും, അടിപിടിയാകും, നിരത്തിലെ രോഷപ്രകടനം ചിലപ്പോൾ കൊലപാതകത്തിൽ പോലും കലാശിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, മുന്നേ പരിചയമില്ലാത്ത രണ്ടാളുകൾ പെട്ടെന്ന് ശത്രുക്കളായി മാറുന്നു, കൊലക്കത്തി കയ്യിലെടുക്കുന്നു. ഇതിന് കാരണമാകുന്നു ചെറിയൊരു തട്ടലും ചെറിയൊരു മുട്ടലും. നമ്മൾ പറയും നിയമങ്ങളൊക്കെ കൃത്യമായി പാലിച്ചാൽ ഇത്തരം അലോസരങ്ങൾ നമ്മുടെ നടു റോഡിൽ ഒഴിവാക്കിക്കൂടെ എന്ന്. അതൊക്കെ നമ്മൾ എത്രയോ കാലമായി പറയുന്നതാണ്. മദ്യപിച്ചും മയക്കുമരുന്ന് അകത്താക്കിയുമൊക്കെ വണ്ടി ഓടിച്ചു വരുന്ന ആളുകൾ നിരത്തിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അവരുമായിട്ടൊക്കെ ഏറ്റുമുട്ടാൻ ചെന്നാൽ കൊലക്കത്തി അവർ കയ്യിലെടുത്തെന്ന് വരും. എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, നമ്മുടെ വാഹനത്തിൽ മറ്റൊരാളുടെ വാഹനം ഒന്ന് ഉരസിപ്പോയാൽ കുറച്ച് പെയിൻറ്റ് പോകും, അതല്ലേ ഉണ്ടാകൂ. വാഹനം തട്ടിയാൽ ഒരു ചളുക്ക് പറ്റി നിൽക്കട്ടെ, അത് നമുക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയാൽ നിവൃത്തിയെടുക്കാൻ പറ്റും. വളരെ തുച്ഛമായ പൈസയാകൂ. മാത്രമല്ല ഇൻഷുറൻസ് ഒക്കെ മിക്കവാറും വണ്ടികൾക്ക് ഉണ്ട് താനും. എന്നാൽ നിരത്തിലെ കലഹം മൂലം ഉണ്ടായി ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ ആർക്കെങ്കിലും ആ കുടുംബത്തിന് തിരിച്ചു കൊടുക്കാൻ കഴിയുമോ? കുടുംബങ്ങളെ നമ്മൾ അനാഥമാക്കും. കാരണം എന്താ? വണ്ടിയിലുണ്ടായ ചെറിയ പോറൽ അല്ലെങ്കിൽ ഒരു ചളുക്ക്. ആ വിടവ്, ഒരു വീടിന് അനാഥമാക്കുന്ന ആ വിടവുണ്ടല്ലോ, എന്നേക്കുമായി ഒരാളെ നഷ്ടപ്പെടുത്തുന്ന ആ സംഭവം, അത് നമുക്കൊരിക്കലും നികത്തി കൊടുക്കാൻ കഴിയില്ല. അവസാന കാലത്ത് ഇതോർത്ത് നമ്മൾ വല്ലാതെ ദുഃഖിക്കും. ഒരു മനുഷ്യൻ്റെ കൊലപാതകത്തിന് പോലും നമ്മൾ ശ്രമം നടത്തി, അതല്ലെങ്കിൽ ഒരാളെ കൊലപ്പെടുത്തിയെന്ന്. അതുകൊണ്ട് നിരത്തിലെ കശവിശകൾ പരമാവധി ഒഴിവാക്കുക. റോഡ് നിയമങ്ങൾ പാലിച്ച് തന്നെ വണ്ടി ഓടിക്കുക.